കേരള യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ, കേരള യൂണിവേഴ്സിറ്റി ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളത് ഡിസ്കസ് ചെയ്യുകയാണ്. സോ ഞാൻ ഇതിന് മുൻപും 5ാം സെമ്മിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഇൻകം ടാക്സും, ദെൻ 3rd സെമ്മിലെ അക്കൗണ്ടിങ്, 2nd സെം അക്കൗണ്ടിങ്, ഇങ്ങനെ പല സബ്ജക്റ്റുകളുടെയും കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒരല്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ക്ലാസ്സിലെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഓൾറെഡി നമുക്കൊരു ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരേ ക്വസ്റ്റ്യൻ ആവർത്തിക്കുമെന്നല്ല, ഒരു പെർട്ടിക്കുലർ ഏരിയ തന്നെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്ത് കിട്ടിയാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങളതൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ, അല്ലാതെ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ഡിറ്റോ അടുത്ത വർഷം കോപ്പി ചെയ്ത് വരില്ല. അങ്ങനെ ഒരിക്കലും ചോദിക്കേണ്ട കാര്യമില്ല, എങ്കിലും ചോദിക്കാറുമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത് അങ്ങനല്ല. ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആ ഒരു ഏരിയ 2 മാർക്കിന് കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതുവരെ എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കുറേ പേർക്ക് കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ 6ാം സെമസ്റ്റർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം 2021 പരീക്ഷ എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു പുതിയ സിലബസാണ്. 2020 വരെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് പുതിയ ടോപ്പിക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം 2 പുതിയ മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? കഴിഞ്ഞ വർഷം വരെയുള്ള 2 ചാപ്റ്റർ എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ പുതിയ 2 ചാപ്റ്ററാണ് വെച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ എടുത്ത് മാറ്റി എന്ന് ഞാൻ പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നതെന്ന് നമുക്കിപ്പോഴും വ്യക്തതയില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലെങ്കിൽ അധികം പ്രാധാന്യമില്ലാത്ത മൊഡ്യൂളാണ് എടുത്ത് കളഞ്ഞെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനില്ലാത്ത ഒരു മൊഡ്യൂളിൽ നിന്നാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കൂടുതലും ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതവർ ഏത് മൊഡ്യൂൾ വെച്ചാണ് ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിനി അത് കണ്ടറിയണം. എന്നിരുന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾക്കൊന്ന് കോൺഫിഡൻസ് ഒന്ന് കൂട്ടിത്തരാം. ഓക്കെ, കഴിവതും ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറ്റുമെങ്കിൽ പുതിയ കാര്യങ്ങളായിട്ട്, ഐ മീൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എഴുതി വെക്കാനൊക്കെ ആവശ്യപ്പെടുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. കാര്യം പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് നോക്കിക്കൊണ്ട് കയറാം. ഈ ഒരു സിലബസിൻ്റെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് അവരെടുത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾ അതിൽ കാണാൻ പറ്റും. ഇതെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് കൂടുതലും ഞാനിപ്പോൾ നോട്ട് ചെയ്യാൻ പോണത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് അവർ മാറ്റിക്കളഞ്ഞത്. ഇനി അതിന് പകരം റീപ്ലേസ് ചെയ്ത മൊഡ്യൂളിൽ നിന്നാണോ ചോദിക്കുന്നത്, അതോ മറ്റ് മൊഡ്യൂളിൽ നിന്നാണോ എന്നുള്ളത് നമുക്ക് ഒരു പിടിയുമില്ല. സോ റിമൈൻഡ് ചെയ്യുന്ന മൊഡ്യൂളുകൾ, പഴയ സിലബസിലായാലും പുതിയ സിലബസിലായാലും റിമൈൻഡ് ചെയ്യുന്ന ചില മൊഡ്യൂൾസ് ഉണ്ട്. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 2020 വരെയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അത് അതുപോലെ ഇത്തവണ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളുണ്ട്. എന്നാൽ അതിനകത്ത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന റിപ്പോർട്ടിംഗ് എന്ന ടോപ്പിക്ക് 2020 വരെ 5th മൊഡ്യൂളായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളും ലാസ്റ്റ് മൊഡ്യൂളും കൂടെ ചേർത്താണ് ഒരൊറ്റ മൊഡ്യൂളാക്കി പഠിക്കുന്നത്. അപ്പോൾ അതൊന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല. ഇൻട്രൊഡക്ഷനും റിപ്പോർട്ടിങ്ങും നമുക്ക് പഠിക്കാനുണ്ട്. 2020 വരെ 2nd മൊഡ്യൂളായിരുന്നു റേഷ്യോ അനാലിസിസ്. അങ്ങനൊരു മൊഡ്യൂൾ ഇപ്പോൾ പഠിക്കാനില്ല. അത് കംപ്ലീറ്റ്ലി അവർ ഉപേക്ഷിച്ചു. ഫണ്ട് ഫ്ലോ 2020 ഇപ്പോഴും ഉണ്ട്. ക്യാഷ് ഫ്ലോ ഇപ്പോഴും ഉണ്ട്. ബഡ്ജറ്റ് ഇപ്പോഴും ഉണ്ട്. സോ ഇൻട്രൊഡക്ഷൻ, റിപ്പോർട്ടിംഗ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ബഡ്ജറ്റിംഗ്, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അത് മിക്കവാറും അതൊക്കെ തന്നെ വീണ്ടും ചോദിക്കും. നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പുതിയതായിട്ട് ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, ഒരു 2nd മൊഡ്യൂൾ തിയറി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ്. പിന്നീട് ലാസ്റ്റ് മൊഡ്യൂളുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ്. ഇത് 2 പുതിയ മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരാൻ പോകുന്നത് നമുക്കറിയില്ല. ഞാനതാ പറയുന്നത്, ഒഴിവാക്കപ്പെട്ട റേഷ്യോക്ക് ഈക്വലൻ്റ് ആയിട്ട്, റേഷ്യോ നല്ലൊരു മൊഡ്യൂളായിരുന്നു, ഒരുപാട് മാർക്കിന് ചോദിച്ചായിരുന്നു. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഈ പുതിയ മൊഡ്യൂളിൽ നിന്നാണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. എന്നിരുന്നാലും ഈ മൊഡ്യൂൾസ് എല്ലാം ഞാനൊന്ന് ടച്ച് ചെയ്ത് തരാം. എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾ മാക്സിമം എഫക്റ്റീവ് ആക്കി തരാം. എന്തായാലും വെറുതെ ആകാതെ ഞാൻ നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല, വെട്ടി കളഞ്ഞ് അതങ്ങ് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം.
ഒന്നാമത്തെ ചോദ്യം, ഇത് ഞാൻ ക്രോണോളജിക്കൽ ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറാണ്, അവസാനം ഇതിപ്പോൾ 2020 ക്വസ്റ്റ്യൻ ആണ്, ഇതിങ്ങനെ ബാക്കാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിക്കും, നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാനുണ്ട്. സോ ഇപ്പോൾ തന്നെ ടെക്സ്റ്റിലോ ബുക്കിലോ കുറിച്ച് വെച്ചോ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് പ്രയോഗിക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നായാലും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആയാലും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ആയാലും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് ആയാലും, എന്തായാലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഈ പറയുന്ന മീനിങ് നിങ്ങളൊരു ആൻസറായിട്ട് എഴുതിയേ പറ്റൂ. ഇതിൻ്റെ മീനിങ് പഠിക്കാൻ ഇനിയിപ്പോൾ ടെക്സ്റ്റ് തുറക്കണമെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ടോപ്പ് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒന്ന് എഴുതി പിടിപ്പിച്ചാലും മതി. ഇത് മസ്റ്റായിട്ടും പഠിക്കണം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് എവിടെയെങ്കിലും എഴുതാൻ പറ്റും, അത് ആദ്യം ഒന്ന് നോക്കി വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രൂരതയാണ് ഈ കാണിച്ച കാര്യം. ഇതൊക്കെ ഷുവർ 4 മാർക്കിൻ്റെ ചോദ്യം കയറേണ്ടതാണ്. എടുത്ത് 1 മാർക്കിനാണ് ചോദിച്ചത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇപ്പോഴേ പറയുവാണ്. ഒന്നുകിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും, അതിനേക്കാളും ഞാൻ പ്രതീക്ഷിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം ടെക്സ്റ്റിൽ ടേബിൾ ഫോർമാറ്റിലുണ്ട്. അത് ഷുവർ ബെറ്റാണ്, അത് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പഠിച്ച് വെച്ചോ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും, ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. എങ്കിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 4 മാർക്കിനാണെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു 10ഓളം പോയിൻ്റ് ഉണ്ട്. ഓർമ്മ നിൽക്കും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷനാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണെന്നൊക്കെ ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനാണ്, പൊസിഷൻ കണ്ടുപിടിക്കാനാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് റൂളുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഓഡിറ്റിന് വിധേയമാക്കണ്ട, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യണം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡേറ്റ പബ്ലിഷ് ചെയ്യണ്ട, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡേറ്റ പബ്ലിഷ് ചെയ്യണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റിൻ്റെ ജോലിയാണ്, ഇറ്റ്സ് ലൈക്ക് എ പോസ്റ്റ്മോർട്ടം സർവേ ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്നതാണ്, ഫോർവേഡ് ലുക്കിംഗ് ആണ്. ഇപ്പോൾ ഞാനീ പറയുന്നതൊന്നും തന്നെയും ഈ ഒരു ലോജിക്കാണ്, യെസ് നോ യെസ് നോ യെസ് നോ പോലെയാണ്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ വ്യത്യാസം ഇതൊക്കെ തന്നെ ഇവിടെയും വരും. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ കുറേയൊക്കെ മോറോർലെസ് സെയിം ആണ്. അത് അവിടെ നിന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പം അത് പഠിച്ച് വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും തുടരെ വരുന്ന ചോദ്യമാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, സിലബസിലില്ല. വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഇപ്പോഴേ അങ്ങ് പറഞ്ഞുതരാമല്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ആ പ്രോബ്ലം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ പ്രോബ്ലം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ക്യാഷ് ഫ്ലോ നിങ്ങൾ നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 10 മിനിറ്റ് മതി അതൊന്ന് നോക്കാൻ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്കുള്ള ക്യാഷ് ഇൻഫ്ലോയുടെയും ഔട്ട്ഫ്ലോയുടെയും ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ്, ഇങ്ങനെ എഴുത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോ, ഇത് മതി. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് എ ബിസിനസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. അല്ലേ, ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ബിസിനസ്സിലേക്ക് എന്ത് വന്നു, എന്ത് പോയി എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത്ര എഴുതി വെക്കാവൂ, അതൊരു മാർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും 3 വഴികളിലൂടെയാണ് പൈസ വരികയും പോവുകയും ചെയ്യുന്നത്. 3 വഴി, 3 ways, 3 മെത്തേഡ്, അല്ലെങ്കിൽ 3 ways ആണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇങ്ങനെ 3 വഴികളിലൂടെയാണ് പണം വരികയും പോവുകയും ചെയ്യുന്നതെന്ന് ഇപ്പോഴേ ബുക്കിലോട്ട് കുറിക്കണം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ടെക്സ്റ്റ് എടുത്താൽ ലിസ്റ്റ് തന്നെ കാണാൻ പറ്റും. ഈ 3 ആക്ടിവിറ്റിയിലും അറ്റ്ലീസ്റ്റ് 2 ട്രാൻസാക്ഷൻ വെച്ചെങ്കിലും പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്നോ അങ്ങനെ ഓരോ ടൈപ്പ് ആക്ടിവിറ്റിയിലും വരുന്ന അറ്റ്ലീസ്റ്റ് 2 എണ്ണം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സെയിൽ വരും, പർച്ചേസ് വരും, പേയ്മെൻറ്റ് ഓഫ് സാലറി വരും, അതെല്ലാം വരും. ഫിനാൻസിങ്ങിൻ്റെ ഇൻവെസ്റ്റിങ്ങിൻ്റെയാണ് എടുത്ത് ചോദിക്കാറുണ്ട്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ, ഇവിടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് അസറ്റ് വാങ്ങത്തില്ലേ, നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിംഗ്. പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ്, പർച്ചേസ് ഓഫ് മെഷീനറി എല്ലാം ഇൻവെസ്റ്റിംഗാണ്. സെയിൽ ഓഫ് ലാൻഡ്, സെയിൽ ഓഫ് ബിൽഡിംഗ്, അതങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഫിനാൻസിങ്ങോ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, ബാങ്ക് ലോൺ എടുക്കുന്നു, അങ്ങനെ ഫിനാൻസ് റൈസ് ചെയ്യുന്നതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓക്കെ, പിന്നെ പോയിന്റ് ചെയ്ത് ബോക്സ് വരച്ചിട്ടോ, ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം, ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ്. പക്ഷേ ഡിവിഡൻഡ് പെയ്ഡ് ഫിനാൻസിങ് ആണ്. ഞാനിത് ഇത്രയും പറയാൻ കാര്യം, ക്യാഷ് ഫ്ലോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്.
എടുത്ത് ചോദിക്കാറുണ്ട്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ പറയുക, ഫിനാൻസിങ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ പറയുക. രണ്ടെണ്ണമെങ്കിലും നോക്കണം. അത് ജസ്റ്റ് 10 മിനിറ്റിനകത്ത് തീരും ഇതെല്ലാം കൂടെ. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഓരോ ആക്ടിവിറ്റി 3 ആക്ടിവിറ്റി ഉണ്ട്, അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ ഒരു 2-3 ട്രാൻസാക്ഷൻ നോക്കി വെച്ചേക്കുക, ചിലപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നോക്കുക. വാട്ട് ഈസ് ഫണ്ട്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഫണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മാർക്ക് കിട്ടും. ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിനകത്ത് കൂടുതൽ ചെകയാനൊന്നും നിൽക്കേണ്ട, ഇത് തന്നെ എൻ്റെ മീനിങ്. ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു മാർക്ക് കിട്ടിയിരിക്കും. നിങ്ങളിത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഫണ്ട് എന്ന് വിളിക്കുന്നത് ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമൊന്നുമില്ല, അത് ആ മൊഡ്യൂൾ മൊത്തം പഠിക്കേണ്ടി വരും. ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് പറയാവുന്നത് ഇതാണ്, ഫണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട്, ഈ പറയുന്ന മൊഡ്യൂളിൻ്റെയൊക്കെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കേണ്ടവർ കേട്ടിട്ടുണ്ട്, കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നേരമില്ല. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആണോ ഫണ്ടെന്ന് ഇനി വീണ്ടും ചിന്തിച്ചിരിക്കുകയൊന്നും വേണ്ട. ഫണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസർ, ഇറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിനകത്ത് ഇനി കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട. ഫണ്ടും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എന്ത് ബന്ധമെന്നൊക്കെ അത് ആ മൊഡ്യൂൾ മൊത്തം പഠിക്കേണ്ടി വരും, സിലബസിലില്ല. റിപ്പോർട്ടിങ് നിങ്ങൾ ഒരു കണക്കിന് ആ മൊഡ്യൂൾ, ആ ഒരു ടോപ്പിക്ക്, റിപ്പോർട്ടിംഗ് എന്ന ടോപ്പിക്ക് മൊത്തത്തിലങ്ങ് പഠിച്ചു തരാം. എസ് ആണ്. 2 കാര്യമാണ് പ്രധാനമായിട്ടും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിങ്ങും പിന്നെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിപ്പോർട്ടും. ഇതാണ് സാധാരണഗതിയിൽ ഒരു എസ് എടുത്ത് വെക്കുന്നവന്മാർ. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട്, ഒരു നല്ല റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ ഇനി എപ്പോൾ പഠിക്കാനാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കും, നല്ലതുപോലെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയാൻ എന്താ? പ്രോംനെസ് ഉണ്ടാവണം, സമയത്ത് കൊടുക്കണ്ടേ, പ്രോംനെസ് ഉണ്ടാവണം, സിംപ്ലിസിറ്റി ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടായിരിക്കണം, എക്കോണമി ആയിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നല്ല റിപ്പോർട്ടിങ് എന്തൊക്കെ ആയിരിക്കണം. അത് വെച്ചിട്ട് ആ ഒരു 10 പോയിന്റ് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പ്രോംനെസ് ഉണ്ടാവണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, എക്കോണമി ചിലവ് കുറവായിരിക്കണം, യൂസബിലിറ്റി ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡബിലിറ്റി, സിംപ്ലിസിറ്റി, റിജിഡിറ്റി എന്നൊക്കെ ഇങ്ങനെ കുറച്ചുണ്ട്. എളുപ്പമാണ്, നല്ല എളുപ്പമാണ്. അപ്പോൾ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ ടൈപ്സ് ഓഫ് റിപ്പോർട്ടും നമുക്ക് മെയിനായിട്ട് ഈ ഓപ്പറേറ്റിംഗ് അതിനകത്തുണ്ട്. യൂസർ വൈസ് റിപ്പോർട്ടും ഫംഗ്ഷൻ വൈസ് റിപ്പോർട്ടും. യൂസർ വൈസ് റിപ്പോർട്ടും ഉണ്ട്, ഫംഗ്ഷൻ വൈസ് റിപ്പോർട്ടും ഉണ്ട്. ഫംഗ്ഷൻ വൈസ് റിപ്പോർട്ടിൽ തന്നെ ഓപ്പറേറ്റിംഗ് റിപ്പോർട്ടും ഉണ്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടും ഉണ്ട്. ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു അരമണിക്കൂറോ 45 മിനിറ്റോ സ്പെൻഡ് ചെയ്യുക. അത്രയും, അതിൽ കൂടുതലൊന്നും പഠിക്കുകയൊന്നും വേണ്ട, അതിനകത്തുള്ളതേ ഉള്ളൂ. ഒരു ½ ആൻ അവർ എടുത്താൽ മതി, റിപ്പോർട്ടിംഗ് ക്ലിയർ ആവും. ജസ്റ്റ് കാര്യം ഒന്ന് ഓടിച്ച് നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ റിപ്പോർട്ടിങ് വിട്ട് കളയണ്ട. ഇൻറ്റേർണൽ റിപ്പോർട്ട്, എക്സ്റ്റേണൽ റിപ്പോർട്ട്, അതൊക്കെ യൂസർ വൈസ് റിപ്പോർട്ടിനകത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടും എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റവും അങ്ങ് നോക്കി വെച്ചേരാം. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കേസുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾക്ക് പുതിയതാണ്. സെക്കൻഡ് മൊഡ്യൂൾ മൊത്തം തിയറിയുമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റൂ. പറയുന്ന മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സെക്കൻഡ് മൊഡ്യൂൾ പുതിയതാണ്, ഫുള്ള് തിയറിയാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിംഗ് എന്ന മൊഡ്യൂളിന് ഇത്രത്തോളം പ്രാധാന്യം വരുമെന്ന് എനിക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പേടിയാവുന്നുണ്ട്. കാര്യം ഇങ്ങനൊരു തിയറി മൊഡ്യൂൾ പുതിയതായിട്ട് വന്നിരിക്കുവാണ്, മനസ്സിലായി. പക്ഷേ ഈ സിലബസ് ചേഞ്ച് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത്തവണ 2 മൊഡ്യൂളാണ് പുതിയത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരെണ്ണം തിയറിയുമാണ്. എങ്കിലും ഒക്കെ എളുപ്പമായതുകൊണ്ട് നിങ്ങളെ എഫർട്ടൊന്നും ഒരുപാട് എടുക്കണ്ട. റിപ്പോർട്ടിംഗ് നോക്കി വേ, 2 കൽപ്പിച്ച് നോക്കി, നിങ്ങൾ വിശ്വസിക്കാൻ റിപ്പോർട്ടിംഗ് നോക്കി വെച്ചേരാം. ആ ടോപ്പിക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഇതെവിടെ കിടക്കുന്നതെന്ന് തപ്പി വിഷമിക്കേണ്ട. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫൈനൽ പോർഷനാണ്. കുറച്ച് പേപ്പറൊന്ന് മറിച്ച് നോക്കിയാൽ മതി, അവസാന പോർഷനായിട്ട് കിടപ്പുണ്ട് റിപ്പോർട്ടിങ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് നോക്കാം, 2 മിനിറ്റ് മതി. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കിയാൽ അതിനേക്കാളും ഞാൻ പ്രതീക്ഷിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന മൊഡ്യൂളിൽ ഈ ലാസ്റ്റ് മിനിറ്റ് ഇനിയിപ്പോൾ ജയിക്കാനായിട്ട് നിൽക്കുന്നത്, ഞാൻ ഈ എടുക്കുന്നതൊന്നും A+കാർക്ക് വേണ്ടിയല്ല എന്ന് പല ക്ലാസ്സിൽ ഞാനിത് ആവർത്തിക്കുന്നതാണ്. എൻ്റെ ഫൈനലി ഞാൻ എടുക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേട്ടിട്ട് ആരും പോയി A+ വാങ്ങുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഫെയിലാകുമെന്ന് പേടിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, അവരെ നമുക്ക് പാസ്സാക്കി എടുക്കണം. കാരണം A+കാർ ഈ ഒരു ക്ലാസ് കേൾക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു B ഗ്രേഡ് ആരും പോലും ഇത് കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പേടി, ഈ ഒരു സബ്ജക്റ്റ് ഇതുവരെയും നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് മാത്രം കേട്ടാൽ മതി. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും. ഓക്കെ, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ മീനിങ്ങും ആ 3 ടൈപ്പ് കാര്യം, ഓപ്പറേറ്റിംഗ്, അതിൻ്റെ 2-3 എക്സാമ്പിൾ നോക്കി വെച്ചേരാം. ഫണ്ടെന്ന് ചോദിച്ചാൽ കൂടുതൽ അന്വേഷണമൊന്നും വേണ്ട, ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. റിപ്പോർട്ടിംഗ് ഒന്ന് നോക്കിയേ പറ്റൂ. റിപ്പോർട്ടിംഗ് ഒന്ന് നോക്കിയേക്കുന്നു, എളുപ്പമായിട്ടാണ് പറയാൻ നോക്കുന്നു. ഞാനീ പറഞ്ഞ ഇത്രയും കാര്യം കൂടെ ചെയ്യാനായിട്ട് 1 മണിക്കൂർ പോലും വേണ്ട. ഇത്രയും കാര്യം മൊത്തത്തിൽ ചെയ്യാൻ പോലും നിങ്ങൾക്ക് 1 മണിക്കൂറിൻ്റെ ആവശ്യം വരത്തില്ല. ഓക്കെ,
പിന്നെ നമുക്ക് 2 മാർക്കിലോട്ടൊക്കെ പോയാൽ ഇതാ ഇത് നിങ്ങളെ കൊണ്ടേ പോകും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന മൊഡ്യൂളിനകത്താണ്. അത് മൊഡ്യൂൾ അവിടെ നിൽക്കട്ടെ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ചോദ്യം എങ്ങനെ അസർട്ടൈൻ ചെയ്യാം? സപ്പോസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നല്ലേ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ മതി. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തിരിച്ച് ആഡ് ചെയ്യണം. ഒരു സംഭവം ഇതാണ്, ഒരു ബിസിനസ്സിൻ്റെ ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. അതായത് ബിസിനസ്സിൻ്റെ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണോ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? മനസ്സിലായി കാണത്തില്ല. ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എന്താ? ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി അവരുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എന്താ? ബിസ്ക്കറ്റ് നിർമ്മിക്കുക. അപ്പോൾ അവർ അതിൽ നിന്നല്ലേ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്നാൽ അവർക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അവർക്കത് വിൽക്കാം, വല്ല കടയും വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് റെൻ്റ് എടുക്കാം. ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് അല്ലാതെ ചില ഇത്തരം തരികയുടെ വേലകളൊക്കെ അവർക്ക് കാണിക്കാമല്ലോ. അതായത് അവരുടെ റിയൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് പുറത്ത് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയൂ? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് ഒന്ന് എഴുതിക്കോട്ടെ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും എക്സ്പെൻസ് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റത്തില്ല, അത് തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ഉത്തരവാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഇതൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിനകത്ത് സൂപ്പർ സെൻസോ അതിബുദ്ധിയൊന്നും വേണ്ട. ഇതൊരു ലോജിക്കാണ്. നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് മാത്രം ബന്ധമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ചിലവ് എഴുതി വെച്ചിട്ടുണ്ട്, അത് പറ്റത്തില്ല. അതെന്ത് ചെയ്യണം? ആ ചിലവുകളെല്ലാം തിരിച്ച് കൂട്ടണം. അപ്പോൾ ആ ചിലവിൻ്റെ ഇമ്പാക്റ്റ് വരത്തില്ല. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടണം. ഇനി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത വരുമാനം വല്ലതും കിട്ടിയെങ്കിൽ അതിപ്പം കൂട്ടി വെച്ചിരിക്കുക, പ്രോഫിറ്റിൽ കൂട്ടി വെച്ചിരിക്കുക. നമ്മളത് കുറയ്ക്കണം. ഇത്ര എഴുതി വെച്ചാൽ മതി, 2 മാർക്ക് കിട്ടും. ഇതാ എഴുതിക്കോ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടണം, ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്യണം. ഇത്രയേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. 2 മാർക്കും തരും. ഇത് വരാൻ സാധ്യതയുണ്ട്. തിയറി മാത്രമല്ല, ചെറിയ പ്രോബ്ലം നോക്കുന്ന നല്ലതാണ്. 1-2 ചെറിയ പ്രോബ്ലമെങ്കിലും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനുള്ള ഏറ്റവും സിമ്പിൾ പ്രോബ്ലമെങ്കിലും നോക്കണം. ഇവിടെ ഒന്നുമില്ല, അതിനകത്ത് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അതൊന്നും നോക്കിയാൽ നല്ലതാണ്. കാര്യം 4 മാർക്കിന് ഇവിടെ ചോദിക്കാറുണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മാത്രം കാണാനായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവനെ വിട്ട് കളയണ്ട. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ചോദിക്കാം. ഞാൻ ഈ വെട്ടിക്കളയുന്നതൊന്നും ഇല്ലാത്തതുകൊണ്ടാണേ, സിലബസ് ഇല്ല. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ യൂസ്, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. ക്യാഷ് ഇൻഫ്ലോ അറിയാം, ക്യാഷ് ഔട്ട്ഫ്ലോ അറിയാം, ക്യാഷ് ബാലൻസ് അറിയാം. അങ്ങനത്തെ എന്തെങ്കിലും വേഗ് ആൻസർ ആയാലും മതി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ടൈപ്പ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ അറിയാനും അതിൻ്റെ ബാലൻസ് അറിയാനും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതെന്ന് അറിയാമല്ലോ. ക്യാഷ് എന്തെങ്കിലും എഴുതി വെക്കുക. ഒരു ഉദ്ദേശം ഇതാണ്, നമ്മുടെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കാം. ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ അറിയാം. 3 ആക്ടിവിറ്റിയിൽ നിന്നും പ്രത്യേകം അറിയാം. അതൊക്കെയാണ്. നെക്സ്റ്റ്, ബഡ്ജറ്റ് എന്നൊരു മൊഡ്യൂൾ ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. അത് കുഴപ്പമില്ല. ബഡ്ജറ്റ് നമുക്ക് റോൾ ചെയ്ത് വിടാം. എന്താണ് റോളിംഗ് ബഡ്ജറ്റ്? ഇതാ ഈ നോട്ട് എഴുതിയെടുത്താൽ മതി. റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തെ ബഡ്ജറ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ബഡ്ജറ്റ് പോകും. ഒരു വർഷത്തെ ബഡ്ജറ്റിൻ്റെ ഫിഗർ എടുത്തിട്ട്, അതായത് എ റോളിംഗ് ബഡ്ജറ്റ് ഈസ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ടു ആഡ് എ ന്യൂ ബഡ്ജറ്റ് പീരീഡ് എന്നാണ്. പുതിയ ബഡ്ജറ്റ് പീരീഡ് പഴയതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റ് അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റ് ചെയ്യുന്നത്. അതിനാണ് ഈ റോളിംഗ് ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ നോട്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തരാം. റോളിംഗ് ബഡ്ജറ്റ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒന്നുമില്ല, ആക്ച്വലി വേർഡ് മീനിങ്ങിലുണ്ടത്, പഠിപ്പിക്കേണ്ട കാര്യം വരത്തില്ല. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുതരാം. അപ്പോൾ അങ്ങനെ ചോദ്യം വന്നായിരുന്നു. ഇതാ വീണ്ടും റിപ്പോർട്ടിംഗ് മൊത്തം നോക്കണം. റിപ്പോർട്ടിംഗ് മൊത്തം ഒന്നും അതിനകത്ത് ആകെ ഒന്നുമില്ല. റിപ്പോർട്ടിംഗ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് റിപ്പോർട്ടുണ്ട്, ദെൻ എസെൻഷ്യൽസ് അത് നോക്കിയേക്കണം. ഫോംസ് ഓഫ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ്, അത് റിപ്പോർട്ടിങ്ങിൻ്റെ ടൈപ്പ് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അത് ആ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നീഡ്, അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എന്താ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്,
അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതിനകത്തുള്ള ഫസ്റ്റ് മൊഡ്യൂൾ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വരും. കഴിഞ്ഞോണത്തെ ട്രെൻഡാണ് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിങ് കൂടെ ചേർത്താം. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഫസ്റ്റ് മൊഡ്യൂൾ തിയറി നന്നായിട്ട് നോക്കിയാൽ മതി, നല്ലതുപോലെ സ്കോർ ചെയ്യാം. റിപ്പോർട്ടിങ് നല്ല എളുപ്പമാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഈ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം, ഇത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് ഇത് ഈസിയാണ്. കാര്യം ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന മൊഡ്യൂൾ ഞാൻ തുടങ്ങുന്നത് തന്നെ ഈ ടോപ്പിക്കിലാണ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ട്. ക്യാഷ് ഫ്ലോ അനാലിസിസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് തന്നെ ഈ ഡിഫറൻസ് ആണ്. ആക്ച്വലി വെറുതെ ഒന്ന് ബ്രീഫ് ചെയ്യാം, കാര്യം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും കേട്ടോളുക. ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫ്ലോയാണ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ കറണ്ട് അസറ്റിൽ ക്യാഷിൻ്റെ മാത്രം ഫ്ലോയേ വരുന്നുള്ളൂ. അവിടെ മറ്റ് കറണ്ട് അസറ്റൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. മനസ്സിലായി? ലോജിക്കലി ഇതാണ് സംഭവം. ഫണ്ട് ഫ്ലോയിൽ എല്ലാ കറണ്ട് അസറ്റും എടുത്ത് കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫ്ലോയാണ്. ക്യാഷ് ഫ്ലോയിൽ ക്യാഷിൻ്റെ മാത്രം, അവിടെ സ്റ്റോക്കോ ഡെറ്റേഴ്സോ ഒന്നും പരിഗണിക്കത്തില്ല. ക്യാഷ് വന്നു ക്യാഷ് പോയി, ക്യാഷ് വന്നു ക്യാഷ് പോയി, അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിലും ഇതങ്ങ് എഴുതിയെടുത്തു. ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഇതൊന്ന് ബുക്കിലോട്ട് എഴുതിയെടുത്തു. കാര്യം ഇത് ഔട്ട് ഓഫ് സിലബസ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം നമ്മളിതിനകത്ത് പഠിക്കുന്നതൊക്കെ ഇതിൻ്റെ ആൻസറായിട്ട് വരാം. ചോദിച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. ടൂൾസ് ഓഫ് ഇത് എഴുതി, ടെക്സ്റ്റിലോട്ട് ഇത് എഴുതി, ബുക്കിലോട്ട് ഇത്ര എഴുതി പോയി. ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസ് ചെയ്യുന്നതിനല്ലേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതല്ലേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? അതെ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏതൊക്കെ മൊഡ്യൂൾ പഠിക്കുന്നുണ്ട്? ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ബഡ്ജറ്റൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ടൂൾസോ മെത്തേഡോ ചോദിച്ചാൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടുന്നത്, നിങ്ങൾ ഈ പേര് എഴുതി പഠിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പറയുന്നില്ല, എങ്കിലും എഴുതുക കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെങ്കിലും എഴുതിയ മാർക്ക് കിട്ടും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതിനകത്ത് തന്നെ കമ്പാരിറ്റീവ് പി ആൻഡ് എല്ലും ഉണ്ട്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്. ചോദിച്ചാൽ സ്കോർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ടൂൾ ഏതാ? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് ഏതൊക്കെയുണ്ട്? കമ്പാരിറ്റീവ് പി ആൻഡ് എല്ലും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും. രണ്ട് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ എഴുതിയാൽ മതി, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് ഏതൊക്കെയുണ്ട്? കോമൺ സൈസ് പി ആൻഡ് എല്ലും ഉണ്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്. ഓക്കെ. നമ്പർ 3 അതാണ് റേഷ്യോ അനാലിസിസ്. ഇതൊന്നും പഠിക്കാനില്ല, പക്ഷേ അറിഞ്ഞു വെച്ചുതരാം. അതാണ് 3 റേഷ്യോ അനാലിസിസ്. 4 ഫണ്ട് ഫ്ലോ, 5 ക്യാഷ് ഫ്ലോ, 6 ബഡ്ജറ്റിംഗ്. ഇത്രയൊന്ന് എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചാൽ തന്നെ ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ അവർക്കറിയാം കുറച്ചൊക്കെ പഠിച്ചിട്ടായിരിക്കുന്നത്. അപ്പം ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഇത് കഴിഞ്ഞ തവണത്തെ സിലബസ് അനുസരിച്ച് ഇതിങ്ങനെ ടോപ്പിക്കിലുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇത്തവണയും അത് പഠിച്ചേ പറ്റൂ. ഈ ഒരു 5-6 കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഇതാണ്, ഇതല്ലേ പടിയെന്ന് ഞാൻ പറയുന്നത്. റിപ്പോർട്ടിംഗ് എടുത്ത് വെച്ച് അങ്ങോട്ട് പഠിക്കുക. കഴിഞ്ഞ തവണത്തെ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം ചോദിക്കരുത് സെക്കൻഡ് മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു. സെക്കൻഡ് മൊഡ്യൂളൊക്കെ നിങ്ങളാണ് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്. എനിക്കറിയില്ല സെക്കൻഡ് മൊഡ്യൂൾ എന്താ വരുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിത് പ്രവചിക്കുമല്ല. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒന്നും തന്നെ പ്രഡിക്ഷൻ ഒന്നുമല്ല. ഇത് ട്രെൻഡ് അനാലിസിസ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. ടോപ്പിക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ടോപ്പിക്ക് റിപ്പോർട്ടിങ്ങിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ എപ്പോഴും വരും. അപ്പോൾ റിപ്പോർട്ടിംഗ് ഒന്ന് ഓടിച്ച് വായിച്ച് വെക്കുക. ഒരു തവണത്തെ എസ്സേ ആയിരുന്നത് നമ്പർ 32, അത് എസ്സേ ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആ മൊഡ്യൂൾ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങ് പഠിക്കുക. നമ്പർ 1 ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുക. ഓക്കെ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു 1-2 സിമ്പിൾ ഇല്ലസ്ട്രേഷൻ എങ്കിലും നോക്കി വെച്ചേക്കണം. ചോദിക്കാൻ ചാൻസ് സിമ്പിൾ കാര്യം നോക്കി വെച്ചാൽ മതി. ചിലപ്പോൾ 4 മാർക്കിനൊക്കെ വരും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആ 3 ആക്ടിവിറ്റിയുടെ പേരും അതിനകത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ട്രാൻസാക്ഷൻ നോക്കി വെച്ചേക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പിന്നീട് ഇനി നമുക്ക് ഇവിടെ വീണ്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചോദിച്ചു. ഇത് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യനാണ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, ഷെഡ്യൂൾസ്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ലിസ്റ്റ് ചെയ്തോ. പി ആൻഡ് എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, അതൊക്കെ വരും. അതെല്ലാം എൻ്റെ വർക്കിംഗ് ആണ്.
യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രമാണ്. പക്ഷേ നമുക്ക് ഷെഡ്യൂൾസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരാം. എന്താണ് EPS അഥവാ ചോദിച്ചാലോ, ഏണിംഗ് പെർ ഷെയർ എന്ന് 4th സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ഏണിംഗ് പെർ ഷെയർ എന്ന് എഴുതിയാൽ മതി. വീണ്ടും ഫണ്ട് ചോദിച്ചു, ക്യാഷ് ഫ്ലോ ചോദിച്ചു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫണ്ടും ക്യാഷ് ഫ്ലോ ഒക്കെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബഡ്ജറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നോട്ട് തരാം. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എല്ലാ ബഡ്ജറ്റുകളുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ്, കോംപ്രിഹെൻസീവാണ്. ദ മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഡോക്യുമെൻറ്റ്. ഇറ്റ് യൂഷ്വലി ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ ലോവർ ലെവൽ ബഡ്ജറ്റ്സ്. സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മാർക്കറ്റിംഗ് ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ്, അത് എല്ലാ ബഡ്ജറ്റിൻ്റെയും കൂടെ ചേർത്തുള്ള രൂപമാണ് ഈ പറയുന്ന മാസ്റ്റർ ബഡ്ജറ്റ്. അതായത് ഫിനാൻഷ്യൽ ബഡ്ജറ്റും ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയും കൂടെ ബഡ്ജറ്റിൻ്റെ ഒരു കോംബോയാണ് ഈ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ക്രീൻഷോട്ട് ചെയ്തേരാ. പിന്നെ അതാ റിപ്പോർട്ടിങ്. ഞാൻ പറഞ്ഞാണ് റിപ്പോർട്ടിങ് നോക്കി വെച്ചേക്കണേന്ന്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഓക്കെ, ഇവിടെ മെത്തേഡ് ഓഫ് റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ദാ ഇത് നോക്കിക്കോ, കിട്ടിയ ലോട്ടറിയാണ്. 3 വാക്കുകളാണ്, പഠിപ്പിച്ചു തരാം. ബഡ്ജറ്റ്, ബഡ്ജറ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ്, ബഡ്ജറ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റിംഗ് ആണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആക്ടിവിറ്റി. ആ പ്രിപ്പറേഷനിലൂടെ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഔട്ട്പുട്ട്, ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പഠിത്തമാണ്. അത് ടെക്സ്റ്റിലുണ്ട്. ഈ 3 വാക്കും ഇത് പഠിക്കണം കേട്ടോ, നല്ലതാണ്. ഇത് എവിടെയെങ്കിലും കിട്ടും നിങ്ങൾക്ക്. ടെക്സ്റ്റിൽ ഇല്ല, ഇറ്റാലിക്സ് ലെറ്ററിലുണ്ട്, സംഭവം ഉണ്ട്. ബഡ്ജറ്റ്, ബഡ്ജറ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇത് 2-3 വർഷം ചോദിച്ചതാണ്. നെക്സ്റ്റ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. അത് ഈ പറയുന്ന മീനിങ് തന്നെയാണ്. നമ്മുടെ കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് എത്രത്തോളം ആണ് സ്റ്റാൻഡേർഡുമായിട്ട് നോക്കുമ്പം. ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനും ഡിപ്രീസിയേഷനും. ഐ റിപ്പീറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനും ഡിപ്രീസിയേഷനും. ഫണ്ട്, ഈ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇതെങ്ങനെ, അത് ഞാൻ പറയില്ലേ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരുവടോ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീൻ, ഇതാ ഞാൻ പറഞ്ഞ ആലോചിക്കാൻ. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീൻ എന്ന് പറയുമ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, പക്ഷേ ഇത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് തിരിച്ച് ആഡ് ചെയ്യണം. ഡിപ്രീസിയേഷനും തിരിച്ച് ആഡ് ചെയ്യണം. കാര്യം ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് ഐറ്റമാണ്. ഈ 2 ഐറ്റം മിക്കവാറും ഇതൊക്കെ തന്നെ വീണ്ടും ചോദിക്കും. ഇത് രണ്ടും ആഡ് ചെയ്യണമെന്നങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, വീണ്ടും ചോദിച്ചിരിക്കുന്നു പ്രിലിമിനറി എക്സ്പെൻസും ഡിവിഡൻഡ് പെയ്ഡും ഈ പറയുന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. കാൽക്കുലേറ്റിംഗ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻ. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ്, തീർച്ചയായിട്ടും അത് തിരിച്ച് ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ ആൻസറുകളെല്ലാം ആഡ് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ പഠിപ്പിക്കാനൊന്നും പാടില്ല. എങ്കിലും ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ കറക്കി കുത്തി ദൈവത്തിനെ വിളിച്ചിട്ട് എന്ത് ചോദിച്ചാലും ആഡ് ചെയ്യണമെന്ന് എഴുതി വെച്ചേരാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ആഡ് ലെസ് കറക്കി കുത്തിയാൽ ചിലപ്പോൾ ഒന്നും ശരിയാവത്തില്ല. ഇങ്ങനെ 3-4 ഉണ്ടെങ്കിൽ എല്ലാം ആഡെന്ന് എഴുതി 2 ശരിയാവും. ഓക്കെ, അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ടേ ഇല്ല എന്നല്ല. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആകെപ്പാടെ ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ചോദിക്കുന്നത്. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കറക്കി ഒരു കുത്തുക. ഇതിപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുന്നത് തന്നെ. അവർക്കൊരു ഹിൻഡ് തരുവാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഇതൊക്കെ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യമെങ്കിൽ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത്രയെങ്കിലും മനസ്സിലായോ? നിങ്ങൾ അതിനകത്ത് ആഡെന്നോ ലെസ്സെന്നോ ഇട്ടിട്ട് പോയാൽ ചിലപ്പോൾ എല്ലാം തെറ്റും. അതിനു പകരം കൂടുതൽ ചാൻസും ആഡിനാണ്. കൂടുതൽ ചാൻസും ഇങ്ങനെ ആഡ് ചെയ്യാനാണ് പോസിബിലിറ്റി. അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദ്യം വന്നാൽ ആഡ് ചെയ്യണം എന്നങ്ങ് എഴുതി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഔട്ട് ഓഫ് സിലബസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് മൊഡ്യൂൾ തകർത്തേക്ക്. ഫസ്റ്റ് മൊഡ്യൂളിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ എടുത്തിട്ടങ്ങ് അമ്മാനം അടിയരാം, മൊത്തം നോക്കി വെച്ചേരാം. ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങ് പഠിക്കുക, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് റിപ്പോർട്ടിംഗ് കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇതാ വരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുള്ള വ്യത്യാസം പഠിക്കുക വെക്കാൻ ഞാൻ പറഞ്ഞിട്ടോട്ടെ. ഇത് യഥാർത്ഥത്തിൽ ഔട്ട് ഓഫ് സിലബസാണ്. ഹൊറിസോണ്ടൽ അനാലിസിസ്, വെർട്ടിക്കൽ അനാലിസിസ്. ഇനി എങ്ങാനും വന്നാൽ എഴുതി വെക്കാൻ എളുപ്പമോ. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഒരു വർഷത്തെ ഒരു ഐറ്റവും ആ ഐറ്റം അടുത്ത വർഷത്തെ അങ്ങനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ വർഷത്തെ സാലറിയും അടുത്ത വർഷത്തെ സാലറിയും. വെർട്ടിക്കൽ ഇങ്ങനെ താഴോട്ടല്ലേ. അപ്പോൾ ഈ വർഷത്തെ സാലറിയും ഈ വർഷത്തെ റെൻറ്റും, അങ്ങനെ ഈ വർഷത്തെ തന്നെ 2 എക്സ്പെൻസ്, അതാണ് വെർട്ടിക്കൽ. പറഞ്ഞാൽ മനസ്സിലായില്ലോ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ പോണേ.
ഈ വർഷത്തെ സാലറി, അടുത്ത വർഷത്തെ സാലറി, അടുത്ത വർഷത്തെ സാലറി. ഇപ്പോൾ ഒരേ ഐറ്റം ഡിഫറെൻറ്റ് ഇയർ, ഒരേ ഐറ്റം ഡിഫറെൻറ്റ് ഇയർ. വെർട്ടിക്കലോ ഡിഫറെൻറ്റ് ഐറ്റം സെയിം ഇയർ. കൺഫ്യൂഷൻ ആയോ? ഹൊറിസോണ്ടൽ ഇങ്ങോട്ടല്ലേ പോകുന്നത്. ഈ വർഷത്തെ സാലറിയും അടുത്ത വർഷത്തെ സാലറിയും കൂടെ കമ്പയർ ചെയ്യുക. സെയിം ഐറ്റം ഡിഫറെൻറ്റ് ഇയർ. വെർട്ടിക്കലോ ഡിഫറെൻറ്റ് ഐറ്റം സെയിം ഇയർ. ഔട്ട് ഓഫ് സിലബസാണ്, നോർമലി ഔട്ട് ഓഫ് സിലബസാണ്. ഓക്കെ, അഥവാ വന്നാലും അറ്റൻഡ് ചെയ്തുതരാം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫസ്റ്റ് മൊഡ്യൂൾ. ആക്ച്വലി ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് തന്നെയാണ് ഫുള്ള് കിടന്ന് കറങ്ങിയത്. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കേസാണ് പറയുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. വീണ്ടും ഇത് വേറെ ക്വസ്റ്റ്യൻ ആട്ടോ. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അത് ഈ വേരിയബിൾ എക്സ്പെൻസും ഫിക്സഡ് എക്സ്പെൻസും കൂടെ ചേർന്ന് വരുന്നൊരു ബഡ്ജറ്റായി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഉദാഹരണത്തിന് വേരിയബിൾ കോസ്റ്റ് ഇല്ലേ, വേരിയബിൾ കോസ്റ്റ്. ഈ വേരിയബിൾ കോസ്റ്റ് ഇപ്പം 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് ആയിരിക്കത്തില്ല 700 യൂണിറ്റിന്. അതങ്ങനെ മാറ്റം വരും എന്നതിൻ്റെ പേരിലാണ് ഇതിനെ ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നല്ലൊരു ചോദ്യം. എന്താണ് അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനുള്ള വ്യത്യാസം? നമ്മളൊരു കാര്യം അനലൈസ് ചെയ്യുന്നതും ഇൻ്റർപ്രിട്ടേഷനും. നോർമലി അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റേറ്റീവ് സെൻസിലാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് ഈ നമ്പറുകൾ എടുത്തിട്ട് കീറി മുറിക്കുന്നതല്ല. ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ വിശകലനം. അതിനകത്താണ് ഈ നമ്പേഴ്സ് എല്ലാം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെന്ന വ്യക്തിയെ, ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നമ്മൾ അനലൈസ് ചെയ്യുവാണ്. അയാളുടെ സ്വഭാവ സവിശേഷതകൾ കൂടുതലും പറയും. ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ന്യൂമറിക്കൽ ടേംസ് വരുന്നത്. ഓക്കെ, ഫണ്ട് ഫ്ലോ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഔട്ട് ഓഫ് സിലബസ് ദാവരുത്. ഇതാ ഞാൻ പറയുന്നത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും 2 ഐറ്റം എഴുതുക. ഇത് പഠിക്കണം. അത് വെറുതെ പെട്ടെന്ന് കിട്ടും മാർക്ക്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും 2 ഐറ്റം എഴുതുക. ഓക്കെ, അത് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വീണ്ടും വരുന്നു. ഇതറിയാവൂടോ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൻ്റെ മാത്രം ടോട്ടൽ അങ്ങ് എടുക്കുവാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റാണ്. ഇത് നമ്മൾ യഥാർത്ഥ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കേണ്ട, എങ്കിലും എഴുതിക്കോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. നിങ്ങൾ അത്ര എഴുതിയാൽ മതി. ഫണ്ടിൻ്റെ ആപ്ലിക്കേഷനും സോഴ്സും. എടോ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെ പറയാം. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ബിസിനസ്സിലോട്ട് പൈസ വരുന്നതും ബിസിനസ്സിലോട്ട് പൈസ പോകുന്നതും നിങ്ങളെ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ഒരു ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ മാത്രം നോക്കിയാലും മതി. അവിടെ സോഴ്സ് എന്നും ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ 2 കോളം ഉണ്ട്. ബിസിനസ്സിൽ നിന്ന് പൈസ പോകണേ എങ്ങനെയാണോ? ഒന്നാവുന്ന ആലോചിച്ച്. ബിസിനസ് പൈസ പോകുന്നത് എങ്ങനെയാണ്? ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ ബിസിനസ് പൈസ പോകും. അതേ ലോൺ തിരിച്ചടയ്ക്കുന്നു. ഫർണിച്ചർ വാങ്ങുമ്പോൾ പോവാറുണ്ട്. അങ്ങനെ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ് ചോദിക്കുന്നത്. സോഴ്സും ആപ്ലിക്കേഷൻ അതൊന്ന് നോക്കി വെക്കുന്നു. ഇതൊക്കെ നോക്കാൻ എന്തോ സമയം, കണക്ക് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഫണ്ടിൻ്റെ വരവും പോക്കും എങ്ങനെയാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് എടുത്തിട്ട് ഒന്നാമത്തെ ഇല്ലസ്ട്രേഷൻ നോക്കിയാലും മതി. അതിലിങ്ങനെ ഉണ്ട് സോഴ്സ്, ആപ്ലിക്കേഷൻ. അതൊരു 4 എണ്ണം വായിച്ച് വെച്ചാലും മതി. വരാറുണ്ട്. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? അതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും വായിക്കാത്തവർക്ക് മനസ്സിലാവണമെന്നില്ല. എങ്കിലും ഇത് പറഞ്ഞുതരാം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ കറണ്ട് പ്രൊവിഷൻ ആഡ് ചെയ്യും എന്തെങ്കിലും എഴുതി വയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുമ്പോൾ കറണ്ട് ഇയർ പ്രൊവിഷൻ സാധാരണ ആഡ് ചെയ്യും. ടാക്സ് പെയ്ഡ് ഒരു ആപ്ലിക്കേഷനായിട്ടും കാണിക്കും. പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഔട്ട് ഓഫ് സിലബസ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വീണ്ടും. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള വ്യത്യാസം വീണ്ടും. ഡിഫറൻറ്റ് ടൂൾസ് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ എല്ലാം റിപ്പീറ്റേഷൻ. എസ് എ വീണ്ടും റിപ്പോർട്ടിംഗ്. കണ്ടോ, റിപ്പോർട്ടിംഗ് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എസ് എ വരുന്നത്. എസെൻഷ്യൽസ് ഓഫ് എ റിപ്പോർട്ടും പർപ്പസ് ഓഫ് റിപ്പോർട്ടിംഗ് ഒക്കെ എസ് എ. ദെൻ ഇവിടെ വീണ്ടും അതേ കണക്ക് തന്നെ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, മാസ്റ്റർ ബഡ്ജറ്റ് എന്താണ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഞാൻ ഈ വെട്ടിക്കളയുന്നത് സിലബസ് ഇല്ലാത്തതുകൊണ്ടാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ്, ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടേ. ഇതൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് വരുന്ന ബഡ്ജറ്റും ബഡ്ജറ്ററി കൺട്രോളും കണ്ടോ. ദെൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ എഴുതാൻ അതാ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇതിൻ്റെ ഈ 2 എണ്ണം വെച്ചെങ്കിലും പഠിച്ച് വെച്ചേരാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് കിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പ്, കോളേജിന് ഗ്രൂപ്പുണ്ട്, ക്ലാസ് ഗ്രൂപ്പുണ്ട്, ജസ്റ്റ് ഡൗട്ട് ചെയ്തൊരു ഇൻട്രാക്ഷൻ ആക്കുക, പെട്ടെന്ന് കിട്ടും. ഇപ്പം ഞാൻ ഒരാൾ വിചാരിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാളും എഫക്റ്റീവ് നിങ്ങൾ ഇത്രയും കേട്ടിട്ട്
ടെക്സ്റ്റ് എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിലോട്ട് ഇടുക, ഇന്ന ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. റിപ്പോർട്ടിംഗ് വീണ്ടും എസ് എ നമ്മൾ കണ്ട എല്ലാ എസ്സേയും റിപ്പോർട്ടിംഗ് ആണോ, കണ്ടിന്യൂസ്ലി റിപ്പോർട്ടിംഗ് എസ്സേ വരുന്നത്. എന്നാൽ ഇത്രയും തിയറി ഇങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യത്തിലേക്ക് വരാം. നമുക്ക് 2 പുതിയ മൊഡ്യൂളുണ്ട്, ഡിസിഷൻ മേക്കിങ്ങും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്ത് കാണത്തില്ല, കാര്യം ആദ്യമായിട്ട് വരാൻ പോവുക. സോ ഈ 2 മൊഡ്യൂളിൽ നിന്ന് ചോദ്യം കയറാനുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇറങ്ങി ഓടുന്നതെന്ന് ചോദിച്ചാൽ റേഷ്യോ എന്തായാലും മാറ്റി കൊടുത്തേ പറ്റൂ. ഇപ്പോൾ റേഷ്യോയ്ക്ക് പകരം ഇതിൽ നിന്ന് 2 കൂടെ ഈക്വലായിട്ട് ചോദിക്കുമോ അതോ ഈ പറയുന്ന തിയറി മൊത്തം ചോദിക്കുമോ അന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഒന്ന് ഓടിച്ച് വെക്കുക. പിന്നെ കുറേ കോസ്റ്റുകളുടെ പേരുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിറ്റോ കോപ്പി പേസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് ചോദിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കോസ്റ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് നോക്കേണ്ടത് ഡിസിഷൻ ട്രീ 1 മാർക്കിന് നോക്കുക. ഡിസിഷൻ ട്രീ ഓക്കെ 1 മാർക്ക് നോക്കി വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവും കോസ്റ്റ് അനാലിസിസും ആ ഒരു ഏരിയ, കോസ്റ്റിൻ്റെ ഒരു ഏരിയ ഓടിച്ച് നോക്കി വെച്ചേരാം. പ്രത്യേകിച്ച് സങ്ക് കോസ്റ്റൊക്കെ നോക്കി വെച്ചേരാം. സങ്ക് കോസ്റ്റ് ഡിഫറൻസ് അത് എളുപ്പമുള്ളതൊക്കെ അറിയാമല്ലോ. ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റൊക്കെ അറിയാമായിരിക്കും, അതൊക്കെ നോക്കി വെച്ചേക്കുക. കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ 2 ടോപ്പിക്കുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ്നെസ്, കോസ്റ്റ് ബെനിഫിറ്റ് 2 മാർക്കിന് വേണ്ടി ഒന്ന് ഓടിച്ച് വെക്കുക. അതവിടെ ഇങ്ങനെ ആ ഒരു മൊഡ്യൂളിൽ തിയറിയാണ്, വായിച്ച് വെക്കണം. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് വരാം, അത് പ്രോബ്ലം പേപ്പറാണ്. ലാസ്റ്റ് മൊഡ്യൂൾ മൊത്തം പ്രോബ്ലം 15 മാർക്കിന്. അഥവാ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലേക്ക് വരാം കേട്ടോ. പ്രോബ്ലത്തിലേക്ക് വരാം. 4 മാർക്ക് 15 മാർക്ക്. പ്രോബ്ലംസ് എങ്ങനെ വരുമെന്ന് പറഞ്ഞുതരാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനായിട്ട് ചിലപ്പോൾ 4 മാർക്കിന് പ്രോബ്ലം കാണും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മാത്രം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ എന്താ ഒരു എളുപ്പവഴി പറഞ്ഞിരുന്നത്, നഷ്ടങ്ങളും ചിലവുകളുമാണെങ്കിൽ നിങ്ങളതങ്ങ് ആഡ് ചെയ്ത് വെക്കുക പ്രോഫിറ്റിൻ്റെ കൂടെ. ഈ ലാസ്റ്റ് മിനിറ്റ് ഇതല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റൂ. ഇപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനായിട്ട് നമ്മളിപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് അങ്ങോട്ട് എഴുതണം. കറണ്ട് ഇയർ പ്രോഫിറ്റ്, എന്നിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എക്സ്പെൻസ് ആണോ നഷ്ടമാണോ. ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടം, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്, അങ്ങനെ അറിയാൻ പറ്റുമല്ലോ. നഷ്ടം എക്സ്പെൻസ് അതെല്ലാം ആഡ് ചെയ്യുക. വരവാണെന്ന് തോന്നുന്നു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ നല്ലത് കൊള്ളാം, കേട്ടിട്ട് കൊള്ളാം, ബിസിനസ്സിന് നല്ലതാണ്, ലെസ് ചെയ്യുക. കാര്യം അതൊന്നും ഓപ്പറേറ്റിംഗ് അല്ല. ഈ ഒരു അടിച്ച് നോക്കാം. കറണ്ട് ഇയർ പ്രോഫിറ്റ് എടുത്ത് വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് അല്ലാത്ത എക്സ്പെൻസുകൾ ആഡ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് അല്ലാത്ത ഇൻകംസ് ലെസ് ചെയ്യുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പിന്നീട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊരു സംഭവമുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തുടക്കമാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയും ഈസി ഒരു കാര്യം വേറെയില്ല. ബാലൻസ് ഷീറ്റ് തന്നിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതങ്ങാനും ലീവ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ സബ്ജക്റ്റ് തോക്കുന്നതിന് തുല്യമാണ്. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു തവണയെങ്കിലും നോക്കിയിട്ട് പോകും. കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയുടെയും കാര്യമേ ഉള്ളൂ. കറണ്ട് അസറ്റ് കൂടുന്നെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നതായിട്ടും കറണ്ട് ലൈബിലിറ്റി കൂടുന്നെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നതായിട്ടും ഒരു ലോജിക്കേ ഉള്ളൂ. നിങ്ങൾ ഒരു തവണ പോയി, ഞാൻ എല്ലാവരോടും കൂടെ ഒരു എന്താ പറയുക, ഒരു അല്പം നിങ്ങൾ താഴ്ത്തി തന്നെ സംസാരിക്കുമെന്ന് വിചാരിച്ചു, കുറച്ച് പേരെങ്കിലും. നിങ്ങൾ ഒരു തവണ പോലും ഒരു കാര്യം നോക്കാതെ പോകുന്നുണ്ടാണ് ഒട്ടും തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ആരെങ്കിലും ഒന്ന് കമ്പയർ ചെയ്ത് ഒരു കാര്യം ഒരു തവണ മറിച്ച് നോക്കിയാൽ പലതും എളുപ്പമാണ്. ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റ് ഒരു അല്പം പ്രയാസമാണെങ്കിലും ഇതിനകത്ത് ഭയങ്കര ഈസി ടോപ്പിക്കുണ്ട്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അത്തരം ടോപ്പിക്കുകളെങ്കിലും പഠിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അത് കൂടുതൽ വരും. ഓക്കെ, അപ്പം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും ഈസി ടോപ്പിക്, അവിടെ നിന്നും ക്വസ്റ്റ്യൻ വരാം. 4 മാർക്കിനാണ് ഇതൊക്കെ. ക്യാഷ് ഫ്ലോ എടുത്താൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും ഫിനാൻസിങ് ആക്ടിവിറ്റിയും കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇവിടെ ഒന്നുമില്ല, പൈസ പോകുന്നതും വരുന്നതും വായിച്ചാൽ അറിയത്തില്ല പിള്ളേരെ. പൈസ പുറത്തോട്ട് പോകുന്നത് നെഗറ്റീവ് ഇടുക, അകത്തോട്ട് ഇരുന്ന് പോസിറ്റീവ് നമ്പർ ഇടുക, കൂട്ടി വയ്ക്കുക, ഇത്രയേ ഉള്ളതിനകത്ത്. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ പൈസ പോയാൽ നെഗറ്റീവ്, പൈസ വന്നാൽ പോസിറ്റീവ്, എന്നിട്ട് കൂട്ടി വയ്ക്കുക മതി. ആ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് 4 മാർക്കിന് ചോദിക്കാം. ബഡ്ജറ്റ് സിമ്പിൾ മൊഡ്യൂളാണ്. അതിൽ ആ പ്രൊഡക്ഷൻ ബഡ്ജറ്റിന് നിങ്ങളുടെ ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇല്ലസ്ട്രേഷൻ. അതൊന്ന് നോക്കി വെച്ചേരാം. സാധാരണ അത് ചോദിക്കാറുണ്ട്. ആ സെയിം ഇല്ലസ്ട്രേഷൻ നോക്കി വെച്ചേരാം. നോർമലി പ്രൊഡക്ഷനിൽ വരും. പിന്നെ ചെറിയൊരു ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്, അതായത് ക്യാഷ് ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ. അത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടോ, ഈ മാസത്തെ വിറ്റത് അടുത്ത മാസം കിട്ടും എന്ന് പറഞ്ഞാൽ മാറ്റി എഴുതി നോക്കിയാൽ മതി. അതൊക്കെ നമ്മൾ ക്ലാസ് കൊടുത്തവരെ സംബന്ധിച്ച് ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കി വെക്കുക. 4 മാർക്കാണ്. നമുക്ക് ആ ലാസ്റ്റ് മൊഡ്യൂളൊന്ന് നോക്കാം. അവിടെ 5 മെത്തേഡ് പഠിക്കാനുണ്ട്. പേ ബാക്ക് പീരീഡ്, ARR, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, IRR. അതിൽ ഈ പേ ബാക്ക് പീരീഡിൻ്റെ ഏതെങ്കിലുമൊക്കെ ചെറിയ ചോദ്യങ്ങൾ 4 മാർക്കിന് വരാം.
പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ഒക്കെ നോക്കി വെച്ചേക്കുക. ഓക്കെ, അതായത് ഏണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുന്ന രീതിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ പേ ബാക്ക് പീരീഡ് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. 15 മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓ ഇത് പറ്റത്തില്ല. എടോ, ഞാൻ വീണ്ടും പറയും, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം അറിയത്തില്ലെങ്കിലും ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതിക്കൂടെ? 5 മാർക്ക് ഉറപ്പിച്ചൂടെ നിങ്ങൾക്ക്? ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പോലും നോക്കാതെ പോയിട്ട് ഈ സബ്ജക്റ്റ് പാടാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാവുള്ളത്? അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചു വെച്ചാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 15 മാർക്കിന് ചോദിക്കട്ടോ, ഇതെഴുതി വെച്ചൂടെ? പിന്നെ ഒന്നും പറ്റത്തില്ലെങ്കിൽ സോഴ്സ് ആപ്ലിക്കേഷൻ ഇടോ, കയ്യിൽ നിന്ന് പൈസ പോണതും വരുന്നതും ഇങ്ങനെ പറക്കി നിരത്തിയാലും മതി. ആസ് എ സ്റ്റുഡൻറ്റ് ഞാനും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാറുള്ളൂ. ബാങ്ക് ലോൺ തിരിച്ചടച്ചു, കയ്യിൽ നിന്ന് പൈസ പോയി. ഫർണിച്ചർ വിറ്റു, കയ്യിലോട്ട് പൈസ വന്നു. ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ എന്താ പ്രശ്നം? കോമൺ സെൻസ് ഉണ്ടായാൽ മതി. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കട്ടെ, ഫണ്ട് ഫ്ലോ ചോദിക്കട്ടെ, നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് എങ്കിലും ഒപ്പിച്ച് വെക്കാമല്ലോ. നിങ്ങൾ ഫെയിൽ ആവത്തതേ ഇല്ല. സിമ്പിളായിട്ട് കുറച്ച് കാലം നോക്കി വെച്ചാൽ മതി, ഫെയിൽ ആവില്ല. പിന്നെ ഈ ഫിക്സഡ് ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, അതായത് ഉദാഹരണത്തിന് 400 യൂണിറ്റിൻ്റെ കാര്യം തന്നിട്ട് 500 യൂണിറ്റിന് എത്ര, 80% തന്നിട്ട് 70, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അത് വേണമെങ്കിൽ ചെറുത് ചോദിച്ച് 4നോ 15നോ ചോദിക്കാറുണ്ട്. ബഡ്ജറ്റിങ് പ്രോബ്ലം വരും കേട്ടോ. സിമ്പിളാണ്, നല്ല സിമ്പിളാണ്. ARRO NPV ആണ് സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര താല്പര്യം. അതായത് എടോ, നിങ്ങളുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു മൊഡ്യൂൾ തന്നെയാണ്. കാരണം എല്ലാവരും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചവരായിരിക്കത്തില്ല, അത് BCom ഫിനാൻസുകാർക്കേ ഉള്ളൂ. അവർക്കിത് വളരെ സമാധാനമുള്ള കാര്യമാണ്. അത് വെച്ച് പറയുവാണ് കൂടുതലും ARRO NPV ആയിരിക്കും ചോദിക്കുന്നത്. ഭയങ്കര പ്രയാസമെന്ന് വിചാരിച്ചാണ് പലരും ഇത് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നിസ്സാരമാണ്. ARRO NPV ഒക്കെ കണ്ടുപിടിക്കാൻ, എസ്പെഷ്യലി NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാണ്. പറ്റുമെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം പ്രോബ്ലം വൈസ് നിങ്ങളിപ്പം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ച്, അതൊക്കെ 4 മാർക്കിന് വരാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ബഡ്ജറ്റിൽ നിന്ന് ക്യാഷ് ബഡ്ജറ്റും ഫിക്സഡ് ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഒക്കെ നോക്കുക. തിയറി ആദ്യത്തെ 2 മൊഡ്യൂളാണ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഒരു വരി വിടാതെ പഠിക്കണം. ഫസ്റ്റ് മൊഡ്യൂൾ മാത്രം ഒന്ന് ഫുൾ നോക്കുക. റിപ്പോർട്ടിങ് അതിനകത്തുണ്ടോ? അതൊക്കെ ഉണ്ട്. ഇത്രയും കാര്യം കൂടുതലൊന്നും ചോദിക്കാനില്ല അവർക്ക്. ഇത്രയും കാര്യം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമുക്കിതെല്ലാം ടോട്ടൽ ഒരു 3 അവേഴ്സിൻ്റെ കേസേ ഉള്ളൂ പഠിത്തം. നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ കുറേ കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സജഷൻ മേടിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് നമ്മൾ ഈ പറയുന്ന ഡിസ്കഷന് ശേഷം അവർ 3 to 4 അവേഴ്സേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഫ്രഷ് ആയിട്ട് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 3 to 4 അവേഴ്സ് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൽ എടുത്ത് വെച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പരീക്ഷയ്ക്ക് കയറുവാണ്. അത്രയൊക്കെ മതി. ഓക്കെ, അപ്പം പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സിലബസ് ചേഞ്ച് ഉണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞ് നിർത്തുവാണ്. കാര്യം ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ എനിക്ക് സിലബസ് ചേഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ മോസ്റ്റ് ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത് പക്ഷേ പറഞ്ഞല്ലോ, 2 പുതിയ മൊഡ്യൂൾ ഇങ്ങനെ കിടക്കുവാണ്. ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് ഇറങ്ങി ഓടിയത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യം പോലിരിക്കും. എന്നാൽ അന്നും ഇന്നുമൊക്കെ ഉള്ള ഒരേ ചാപ്റ്ററിൽ നിന്നൊക്കെ ഈ ചോദ്യമൊക്കെ വരത്തുള്ളൂ. നമുക്ക് അത്രയെങ്കിലും കിട്ടും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് A+ വാങ്ങിത്തരാം എന്നൊന്നും നമുക്ക് ഉദ്ദേശമില്ല ഈ ഒരു മണിക്കൂർ കൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ഗ്രേഡ്, C ഗ്രേഡെങ്കിലും ഒപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക.